ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സോ ഞങ്ങൾ ഇന്ന് എവിടെ പോകുന്നു? യെസ്, ഞങ്ങളുടെ കൂടെയുള്ള ഒരു കൊച്ചിൻ്റെ കൊടുത്ത് ഹോസ്പിറ്റലിൽ പോകണം. പിന്നെ അവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ അതിന് ഇന്ത്യൻ ഫുഡ് കഴിക്കാനൊക്കെയാണ്. പക്ഷേ ആക്ച്വലി ഞങ്ങളുടെ ഈ ട്രെയിന് 5:36 പക്ഷെ ഞാനും ഇവർ കൃത്യമായിട്ട് ഇവരും വേറൊരാളും കൂടെ ഉണ്ട്. ഇവർ ഒരുമിച്ചാണ്. ഞങ്ങൾ 4 പേരും കൃത്യം എണീറ്റു. എന്നിട്ട് 5:10 എൻ്റെ വീട്ടിൽ വന്ന് ബെല്ലടിച്ചപ്പോൾ അപ്പാണ് ഞാൻ എണീക്കുന്നത്. എന്നിട്ട് 5:25 തന്നെ ഒരുങ്ങി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഹോസ്പിറ്റലിൽ പോകേണ്ടയാളും കൂടെ പോകേണ്ടയാളും ലേറ്റ് ആയിട്ട് എന്നിട്ട് ഓടി ഓടി വിചാരിച്ചത് ട്രെയിൻ കിട്ടൂലെന്ന് കൃത്യം 36 റെയിൽവേ സ്റ്റേഷനിലെത്തി. ഭാഗ്യത്തിന് ട്രെയിൻ വന്നു. ഇപ്പം ഞങ്ങൾ ട്രെയിനിലാണ്. ഇവിടുന്ന് ഓസ്നാബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകും. അവിടുന്ന് എത്ര മണിക്കാണോ ട്രെയിൻ അറിയില്ല നോക്കിയിട്ട് അവിടുന്ന് ഒരു ട്രെയിൻ മാറി കയറിയിട്ട് അടുത്തത് മുനിസിപ്പൽ പോകണം. അതുമല്ല, അവിടെ ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത്. മീൻസ് സ്ഥലത്തല്ല, ആ ഹോസ്പിറ്റല്. അപ്പം അതും കണ്ടുപിടിക്കണം. അത് ടാസ്ക് ആയിപ്പോയി ഗൈസ്. സോ ഇനി ഓസ്നാബർഗ് എത്തിയിട്ട് കാണാം. ഈ കാണുന്നവളാണ്, ഇവളാണ് ആ മനുഷ്യത്തി. ഒരു ഉത്തരവാദിത്വം ഇവിടെ ഹോസ്പിറ്റലിൽ കൃത്യസമയത്ത് എന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത് എത്തിക്കണം. പിന്നെ ഒരു ഇത് അപ്പോയിന്റ്മെന്റ് കിട്ടണമെങ്കിൽ പിന്നെ മാസങ്ങളോളം കഴിയും. കുറെ മാസത്തിന് ശേഷമാണ് ഇപ്പോൾ അപ്പോയിന്റ്മെന്റ് കിട്ടിയത്. ജനുവരി അവസാനം, ജനുവരി ഒരു മാർച്ചിലാണ് എനിക്ക് അവസാനം കിട്ടിയത്. കേൾക്കുന്നുണ്ടായിരിക്കും തോന്നുന്നു ഇച്ചിരി ജനുവരി. ഈ സുഹൃത്ത് ഇല്ലെങ്കിൽ എന്റെ വീടിന്റെ എന്റെ മറ്റേ ഭിത്തിന്റെ അപ്പുറത്താണ് അവളുടെ റൂം, ആ വീട്. ഇവളെന്നോട് പറയാ, ചേച്ചിന്റെ അനക്കൊന്നും കേട്ടില്ല അതുകൊണ്ട് ഞാൻ വിളിക്കാതെന്ന്. ഇല്ലെങ്കിൽ അവള് ഞാൻ എണീക്കുന്നത് പോകുന്നതെല്ലാം കണ്ടെ വിളിക്കുന്ന. ഈ സുഹൃത്ത് കുറച്ച് നേരത്തെ വന്നതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഈ ട്രെയിനില് ഈ സമയത്ത് ഓസ്നാബർഗിലേക്ക് പോകുന്നു. ഞങ്ങൾ എത്തി. ഇനിയിപ്പോ ഇവിടുന്ന് അടുത്ത ട്രെയിനില് അത് എത്ര മണിക്കാ? 48. ഇപ്പം 35. അത് ഇവിടുന്ന് ഒരെണ്ണം കിടക്കുന്നുണ്ട്. ഇതല്ല എതിരാ പോണ്ടേ? 4ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോണം. അവിടുന്ന് ട്രെയിൻ വന്ന് കിടക്കുന്നുണ്ട്. കാശ് ഞങ്ങൾ കയറിയിരിക്കുന്നു. ട്രെയിനിൽ കയറി സീറ്റ് കിട്ടി. സോ ഇനി ഇവിടുന്ന് എത്ര മണിക്കൂറുണ്ട്? 30 മിനിറ്റ്സേ ഉള്ളൂ. ഞങ്ങൾ ഇപ്പം മുൻസ്റ്റർ എത്തി. ഇനി ഇവിടുന്ന് ബസ് പിടിച്ചിട്ട് വേണം. അതിൻ്റെ മുമ്പ് ഞങ്ങളൊരു കാപ്പി കുടിക്കും. യെസ്, ഇവിടുന്ന് ഏതാ ബസ്സാണ് അറിയില്ല, നോക്കണം. ഞങ്ങൾക്ക് രണ്ടുപേരും ഞങ്ങളുടെ കൂടെ പോകുന്നവരാ. ഞങ്ങളുടെ കൂടെ ഉള്ളവർക്ക് ഇതെല്ലാം അറിയാം. ഞങ്ങളെ അവർ കൊണ്ടുപോക്കോളൂ. പിന്നാലെ പോകും. അതെ, ഇതാണ് മുൻസ്റ്റർ. ഞങ്ങൾ ബ്രെഡ് വാങ്ങിച്ചു. കാപ്പി എടുക്കാൻ വേണ്ടിട്ടുവാ. നിങ്ങൾക്ക് ഷൊക്കോ മിൽക്ക് തരാം. ഇപ്പം മൻസ്ട്രിയിൽ ബസ് കയറി ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുക. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ചായ മേടിച്ചപ്പോൾ, ചായയല്ലല്ലോ കോഫി മേടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഭ്രാന്തനെ പോലെ കഞ്ചാവ് കടിച്ചിട്ടൊരു ചേട്ടൻ വന്നിട്ട് ആദ്യം ഇവളുടെ അടുത്ത് വന്നിട്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ആൻസിയെ കുടിച്ചുകൊണ്ടിരുന്ന കാപ്പി എടുത്തുകൊണ്ട് പോയിട്ട് അത് മേടിച്ചോലെ ഇരുന്നിട്ട് കുടിക്കുക. അതെ, കാപ്പി കൊടുത്തല്ലോ. ഞങ്ങൾ കുറ്റം പറഞ്ഞാലും കൊടുത്തല്ലോ, അതിലാണ് കാര്യം. ഇനിയിപ്പം ഹോസ്പിറ്റലിൽ പോയിട്ട് കാണാം. ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. ഇതാണ് ഹോസ്പിറ്റൽ. ഇതാണ് യമണ്ടൻ ഹോസ്പിറ്റൽ. ഏതാ? യൂണിവേഴ്സിറ്റി. അത് തന്നെ. സോ ഇതിനി ഇതിന്റെ ഏത് ഭാഗത്താന്ന് കണ്ടുപിടിക്കണം. ഗൈസ്, ഞങ്ങൾ ഗൂഗിൾ നോക്കി ഇപ്പൊ ഹോസ്പിറ്റലിന്റെ ബാക്കിലെത്തി. എപ്പോഴും ഫ്രണ്ടിലെത്തുന്നതെന്ന് അറിയത്തില്ല. ആൻസിയാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. അവിടെ മുഴുവൻ പണിയൊക്കെ നടക്കുന്നുണ്ട്. സമയമുണ്ട് ഞങ്ങൾക്ക് കുറെ.
അതെ, അതുകൊണ്ട് തിരിഞ്ഞ് നടക്കാന്നോ? ഇതാണ് ഞങ്ങളിത് ഇപ്പം അവിടുന്ന് തിരിഞ്ഞ് ബാക്കിലെത്തിയിട്ട് ഇപ്പം ഫ്രണ്ടിലോട്ട് പോവാ. ഇനി ടെർമിൻ്റെ സമയം വരെ ഞങ്ങൾ ഇവിടെ കിടന്ന് വട്ടം കറങ്ങും, എന്നിട്ട് വലിയ ഓട്ടമായിരിക്കും. ഇനി ഞങ്ങൾ കണ്ടുപിടിച്ചിട്ട് കാണാം. അതന്നെ അല്ലെങ്കിൽ ആരെങ്കിലും ചോദിക്കുന്നു. ഞങ്ങൾ സ്ഥലത്തെത്തി. പക്ഷേ സ്ഥലം കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. അയ്യോ, ദേ ഒരു കൊച്ചി. സോ ലാസ്റ്റ് ഞങ്ങൾ സ്ഥലം കണ്ടുപിടിച്ചു. അവരവിടെ ടെർമിൻ്റെ മറ്റേ സംഭവം കാണിച്ചു കൊടുക്കുക. കാർഡ്. യെസ്, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇത് ഭയങ്കര വലിയൊരു ഹോസ്പിറ്റലാണ്. എവിടെയാന്നറിയത്തില്ല, കുറേ സ്ഥലമുണ്ട്. കറങ്ങി തിരിഞ്ഞ് ഞങ്ങളുടെന്ന് പറഞ്ഞാൽ ചെറിയൊരു സംഭവം എവിടെയെന്ന് പറഞ്ഞാൽ അധികം ഇതൊന്നുമില്ല. നോക്കാം എന്താവുന്നത്. അവർ രണ്ടുപേരായിരിക്കും മിക്കവാറും കയറുന്നത്. ഞങ്ങളിങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. പോലെ ഒന്നിക്കൊണ്ട് പോകണം പേഷ്യൻസിന്. ഇതിപ്പോൾ എന്തോ ഒ പി കഴിഞ്ഞതാണെന്ന് തോന്നുന്നു. അല്ല, പേഷ്യനെ ഒ പിക്ക് കൊണ്ടുപോകുന്നതാണ് തോന്നുന്നു. ഇവിടെ പിന്നെ കിൻഡറിൻ്റെ പിള്ളേരുടെയും കൂടെ മെയിൻ സ്റ്റേഷനാണെന്ന് തോന്നുന്നു. അവിടെ ഞങ്ങൾ ഒരു ബേബി കൊച്ചിനെ കണ്ടായിരുന്നു ഒന്നിക്കൊണ്ട് പോകുന്നത്. സോ ഗൈസ്, ഞങ്ങളിപ്പം ഒരു അരമണിക്കൂറായില്ലല്ലേ? മണിക്കൂറായി. ഫാൻസിയ മാത്രം ഉള്ളിൽ കയറിയിട്ടുണ്ട്. കുറേ നേരമായി. എന്ത് ചെയ്യാന്ന് ഇറങ്ങുമ്പോൾ അറിയാം. വി ആർ വെയിറ്റിംഗ്. റീല് കണ്ടൊരുത്തി ഇങ്ങനെ ഇരിക്കുക. ഞങ്ങൾ കുറച്ച് ക്യൂട്ട്നെസ് വാരി അറിയാം. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് എന്ത് സംഭവം, വേറെ വല്ല മരുന്നും മേടിക്കണോ, വേറെ എവിടെയെങ്കിലും പോകണമെന്ന് അറിയത്തില്ല. ഇല്ലെങ്കിൽ ഞങ്ങൾ ഡയറക്റ്റ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോകും. ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ബിരിയാണി ഫുഡ്. ഞങ്ങൾ രണ്ടുപേരും ഒരു ബിരിയാണി. ഞങ്ങൾ സ്ഥിരം ഞങ്ങളുടെ പരിപാടിയാണ്. ഞങ്ങൾ പ്ലാൻ ചെയ്യും, ഒരെണ്ണേ മേടിക്കാവുള്ളൂ, ഇത് 50-50. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് കൊതിയാകും. അപ്പം ഞങ്ങൾ രണ്ടെണ്ണം മേടിക്കും. എന്നിട്ട് ഞാൻ തിന്നും. ചേച്ചിക്ക് കൊടുക്കും. ചേച്ചി അത് തിന്നത്തൊന്നുമില്ലേ? സോ ഞങ്ങളിപ്പം സമയത്തായി 10. ഞങ്ങളിപ്പോൾ ഇവിടെ എത്തി. 9 മണിക്കാണ് എത്തിയതല്ല, 9 മണിക്ക് 8:30 ആയപ്പോൾ ഇവിടെ എത്തി. കണ്ടുപിടിച്ച് ഒരു 9 മണിയായപ്പോൾ എത്തി. ആദ്യത്തെ അവൾക്ക് മാത്രം തന്നെ ഒരു ഡ്രസ്സൂഹവും ഉണ്ടായിരുന്നു. ഒരു ഗഷ്പ്രഹമായിരുന്നു ഡോക്ടറുമായിട്ട്. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം വേറെ ഏതൊരു ഗഷ്പ്രഹം കൂടെ ഉണ്ട്. അപ്പം അതിന് വേറെ ഒരാളും കൂടെ കൂട്ടിയിട്ട് പോയിട്ടുണ്ട്. അത് ലോബണിലാണ്. ചെന്നൈയിൽ പോകണം. സോ ഞങ്ങളിങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുക. ഇനിയിപ്പം ഇനി അത് കഴിയണമെങ്കിൽ തന്നെ അരമുക്കാൽ മണിക്കൂർ എടുക്കും. അപ്പം ഒരു 10-11 മണിയാകും. സോ ഗൈസ്, നീണ്ട ഇടവേളയ്ക്ക് ശേഷം എൻ്റെ കൊച്ചു പുറത്തു വന്നിരിക്കുന്നു. നമുക്ക് ചോദിക്കാം എന്താ സംഭവം. എല്ലാം ഓക്കെ ആയി. ഡോക്ടറെ കണ്ടു. ഡോക്ടർ എല്ലാം പറഞ്ഞു. ടാബ്ലറ്റ്സ് എടുക്കണമെന്ന് പറഞ്ഞു. കൊണ്ടുപോയില്ലേ ഗൈസ്, ടാബ്ലറ്റ് എടുക്കുന്നോണ്ടാണ് ഞാൻ കഴിക്കുന്നുണ്ട്. ഇനി എപ്പോഴാന്ന് പറഞ്ഞിട്ടില്ല. ഒന്നെങ്കിൽ അവർ മെയിൽ അയക്കുമായിരിക്കും, അല്ലെങ്കിൽ വിളിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വിളിക്കും. ഗുളിക നിർത്താൻ പറഞ്ഞാ? ഇല്ല, ഗുളിക 2 കൂടെ എക്സ്ട്രാ തന്നിട്ടുണ്ട്. ഒരു സൂചി കുത്തുന്നുണ്ട്. അതെന്തോ അത് കുറച്ച് നിർത്തുന്നുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ഓക്കെയാണ് ഗൈസ്. ഇനി ഞങ്ങൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയി നമസ്തേ പോകാം. പോകാം. സോ നമസ്തേ വെച്ചിട്ട് ഞങ്ങളിപ്പോൾ തിരുവുകളിലൂടെ സഞ്ചരിക്കുകയാണ് ഗൈസ്. വെയിലടിക്കണ്ട് സുന്ദരിയായിട്ട്. ചേട്ടൻ എന്നെ നോക്കുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഇരുന്നപ്പോൾ തൊട്ട് വായി നോക്കുന്നതാ. എന്താ നോട്ടും. ഇപ്പോൾ എന്താ ഇത് വെയിലായതുകൊണ്ട് എല്ലാവരും ഡ്രസ്സിൻ്റെ അളവൊക്കെ കുറച്ച് എല്ലാവരും വെയിലുള്ളാൻ ഇറങ്ങിയേക്കുക. നമ്മളൊരു ടൈം പാസിനിങ്ങനെ വായിക്ക് നോക്കി നടക്കും. ഞങ്ങൾ കൂടുതലും വായി നോക്കുന്നത് പെണ്ണുങ്ങളെ. ഞങ്ങൾ ലെസ്ബിയൻസ് ഒന്നല്ല.
So guys, ഞങ്ങളിപ്പോ എവിടെ എത്താറായി? ഞങ്ങളിപ്പോൾ ഹൗസ് ബാൻഡ് എത്താറായി. ഇനി ഞങ്ങൾ ഇന്ത്യൻ കടയിൽ പോകും. അത് കഴിഞ്ഞ് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചിലപ്പോൾ എന്നിട്ട് ഡയറക്റ്റ് ഞങ്ങൾ വീട്ടിൽ പോകുന്നു, കിടന്നുറങ്ങുന്നു, എന്നിട്ട് ഹോംവർക്ക് ചെയ്യുന്നു നാളെ. അപ്പോൾ ഞങ്ങൾ നമസ്തേ എന്ന് പറഞ്ഞ കടയിൽ എത്തിയിട്ടുണ്ട്. ചിക്കൻ ബിരിയാണി ഏതാ മേടിക്കുന്നത്? അറിയില്ല. അത് പുതിയതാ? ഇല്ല സെയിം തന്നെ. സോ ഞങ്ങൾ ഇനി ഓർഡർ ചെയ്യട്ടെ. ലസ്സി വന്നു, അത് കഴിഞ്ഞിട്ട് തന്തൂരി ചിക്കൻ വന്നു. എന്താ പോക്കാം. അടിയിൽ മറ്റേ ഫോട്ടോ തന്തൂരി വിത്ത് അബിയ ചെറിയ, ബട്ടർ ചിക്കൻ വിത്ത് ആൻസിയ. ഇപ്പൊ ഞാൻ അപ്പനെ മാറ്റി പറഞ്ഞു. ഞങ്ങളുടെ ബിരിയാണി വന്നു, ബട്ടർ ചിക്കനും വന്നു. ഇനി ഒരു പൊറോട്ട അല്ല സോറി 2 പൊറോട്ടയും വരും. സോ ഞങ്ങൾ കഴിക്കട്ടെ ഗൈസ്. ഞങ്ങൾ കാലിയാക്കി. തന്തൂരി ചിക്കൻ നല്ല ബിരിയാണിയായിരുന്നു. എന്നാ എനിക്ക് ഓക്കെ. ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറച്ച്. സോ ഞങ്ങൾ ഇനി വീട്ടിൽ പോയിട്ട് ഏതായാലും ഇനി ഇവിടുന്ന് ഒരു വന്നതുപോലെ തന്നെ ഹോസ്നാബർക്ക് പോകും. വേറൊരു വണ്ടി മാറി കയറും. എൻ്റെ ട്രെയിൻ മാറി ഒരു ട്രെയിൻ, ഈ ട്രെയിൻ ഇറങ്ങിയിട്ട് അടുത്ത ട്രെയിൻ കയറും. അത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തും, കിടന്നുറങ്ങും. സോ അത്രയൊക്കെ ഉള്ളൂ. സോ ബൈ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യൂ, ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ബോക്സിൽ വന്ന് എന്തെങ്കിലുമൊക്കെ പറയണം. ചേച്ചിക്ക് ഒരു സങ്കടമാണ്. ഓക്കെ ബൈ. ചേച്ചിയെ നിങ്ങൾ സങ്കടപ്പെടുത്തരുത്.